ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ F16 ബൈക്കിൽ ഒരു എക്സ്ട്രാ ഫ്യൂവൽ ഫിൽറ്റർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണയായി ഇതിൽ ഫ്യൂവൽ ഫിൽറ്റർ വരുന്നില്ല. എൻ്റെ പുതിയ ടാങ്കും കാർബറേറ്ററും ആണ്, അതുകൊണ്ടാണ് ഞാനിത് ഫിക്സ് ചെയ്യുന്നത്. പുതിയതായതുകൊണ്ട് തുടക്കത്തിലെ ഫ്യൂവൽ ഫിൽറ്റർ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പെട്രോളിലെ കരടും തുരുമ്പും കാർബറേറ്ററിലേക്ക് എത്തുന്നത് തടയും. അതുകൊണ്ട് പിന്നീട് കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ഇത് കാർബറേറ്ററിന് സേഫും ബൈക്കിലെ മിസ്സിംഗ് പ്രശ്നങ്ങൾ കുറച്ച് എഞ്ചിൻ നോർമലി സ്മൂത്തായി പ്രവർത്തിക്കാനും സാധിക്കും. ആദ്യമേ തന്നെ ഈ കവർ റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് റിമൂവ് ചെയ്യുന്നില്ല. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാർബറേറ്ററിലേക്കുള്ള ആക്സസ് കുറച്ചുകൂടെ കിട്ടും. നമുക്ക് ഊരിയെടുക്കേണ്ട പൈപ്പ് കാർബറേറ്ററിലേക്കുള്ള ഈ പൈപ്പാണ്. അത് ആദ്യം തന്നെ ഇത് ഓഫ് ചെയ്യുക, ടാപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് വേണം ഈ പൈപ്പ് ഊരിയെടുക്കാനായിട്ട്. പൈപ്പ് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഊരി വരേണ്ടതാണ്. ഇതേപോലെ ഇതിപ്പോൾ ഊരി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർബറേറ്ററിലേക്ക് പോയേക്കുന്ന അതും ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് മുകളിലേക്ക് കുറച്ച് മാറ്റി കഴിഞ്ഞാൽ ഈസിലി ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റേണ്ടതാണ്. ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് പൈപ്പ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഫ്യൂൽ ഫിൽറ്റർ സെൻറ്ററിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ഫ്ലോ നോക്കണം, അതായത് ഇന്നും ഔട്ടും. ഈ ടാപ്പിൽ നിന്ന് വരുന്ന ഇന്ന് ഇവിടെ ആയിരിക്കും കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക്. അപ്പം ഇവിടെ ആയിരിക്കും ഇന്ന് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഔട്ട് ഫ്ലോ പോകുന്നത് ഇതായിരിക്കും, ഈ സൈഡിലായിരിക്കും വരുന്നത്. അത് നേരെ ഇവിടെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഇരുന്നോളും. പിന്നെ അതുപോലെ താഴത്തേത് ഈ ലോക്ക് മുകളിലേക്ക് കയറ്റിയിട്ട് ഊരിയത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. ആ കണക്ടർ മുകളിലേക്ക് കയറ്റുക, ജസ്റ്റ് ഇത് ഇറക്കിയാൽ കണക്ട് ആയിക്കോളും, പ്രോപ്പർ ആയിക്കോളും. പ്രോപ്പറായിട്ട് ഇരുന്നില്ലെങ്കിൽ ഇതിന് ലീക്ക് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഫിക്സിങ് വരുന്നത്. അവസാനമായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ N20 പെട്രോൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.